ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ലൊരു വീക്കെൻഡ് ആഘോഷിക്കുകയാണെന്ന് കരുതുകയാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദീപാവലി പിക്സിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ പലരും തമ്മിൽ കണ്ടിട്ട് അത്ഭുതപ്പെടുന്നുണ്ടാവും എന്താണ് ഈ ദീപാവലി പിക്ക് എന്ന്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ഈ ദീപാവലി എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലൊക്കെ വളരെ വലിയ ആഘോഷമാണ്. ദീപാവലി എന്നൊരു വിശേഷ ദിവസം പലരും ഉപയോഗിക്കുന്നത് നല്ല നല്ല സ്റ്റോക്സ് ലോങ് ടേമിന് വേണ്ടി വാങ്ങാനും ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വാങ്ങാനുമായിട്ടുള്ള ദിവസമായിട്ട് പലരും ഉപയോഗിക്കാറുണ്ട്. കാര്യം ദീപാവലി എന്ന് പറയുന്നത് ഒരു ഐശ്വര്യമുള്ള ദിവസമായതുകൊണ്ട് ഇതിൽ വാങ്ങിയാൽ പോസിറ്റീവായിട്ട് ആ സ്റ്റോക്സ് റിട്ടേൺ കിട്ടും എന്നൊക്കെ ഉള്ള വിശ്വാസമായിരിക്കാം പലരും അങ്ങനെ വാങ്ങാറുണ്ട്. എന്തായാലും ഞാൻ ഇപ്രാവശ്യത്തെ ദീപാവലിക്ക് ഞാൻ കുറച്ച് സ്റ്റോക്സ് പിക്ക് ചെയ്ത് ഒരു ലോങ് ടേമിന് വേണ്ടിയിട്ട് വാങ്ങാമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത കുറച്ച് സ്റ്റോക്സിൽ എനിക്കിഷ്ടപ്പെട്ട 3-4 സ്റ്റോക്സാണ് ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഡിസ്ക്ലെയിമർ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ അല്ലെങ്കിൽ ട്രേഡിംഗ് അഡ്വൈസോ അല്ല, മറിച്ച് ഞാൻ പഠിക്കുന്ന കമ്പനികൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഈ കമ്പനികൾ പഠിച്ച ശേഷം നിങ്ങൾക്ക് ഉചിതമായ തീരുമാനം എടുക്കാം. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ട്രേഡിംഗ് അഡ്വൈസോ ആയിട്ട് കണക്കാക്കരുത്. ഇത് എൻ്റെ മാത്രം പ്യുവർ സ്റ്റഡിയാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എതിരഭിപ്രായം കാണാം. ഈ കമ്പനികളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല ഉണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എതിരഭിപ്രായങ്ങൾ ഒരുപാട് കാണാം. അത് പോസിറ്റീവായിട്ട് ക്രിറ്റിസിസം വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിച്ച് നിങ്ങൾക്ക് വേണ്ട ഈ കമ്പനികളൊന്നും മോശമാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഡിസ്ക്ലെയിമർ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയുകയാണ്, ആദ്യം ഞാൻ തിരഞ്ഞെടുത്ത കമ്പനി എന്ന് പറഞ്ഞാൽ REC ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ REC ലിമിറ്റഡ് ബേസിക്കലി എന്താണ് കമ്പനി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം ടെക്നിക്കൽ ചാർട്ടിലേക്ക് വരാം. അപ്പോൾ REC എന്ന് പറഞ്ഞ കമ്പനി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് 98,733 crores ആണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 374.95 രൂപയാണ് അല്ലേ. ശേഷം ROC നോക്കുകയാണെങ്കിൽ 9.96 ആണ്. സ്റ്റോക്ക് PE നോക്കുകയാണെങ്കിൽ 5.72 ആണ്. ഓക്കെ, സമാനം ഭേദപ്പെട്ട PE ഉണ്ട്. അപ്പോൾ REC എന്ന കമ്പനി എന്താണെന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ ഇതൊരു സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനിയാണ്. എന്താണ്, മിനിസ്ട്രി ഓഫ് പവറിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് സെക്ടർ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമാണ് REC ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ് എന്താണെന്ന് പറയാം, പവർ സെക്ടർ ചെയിനിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഫ്രം ജനറേഷൻ ടു ഡിസ്ട്രിബ്യൂഷൻ ഇവരുടെ ഒരു കയ്യൊപ്പ് ഈ ഒരു മേഖലകളിലെല്ലാം ഉണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, ലോൺസ് കൊടുക്കുക എന്നാണ്. മീഡിയം ടേം ലോൺ കൊടുക്കുക, ഷോർട്ട് ടേം ലോൺസ് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് എന്താണ് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, അതായത് ഇത് ഈ പവർ സെക്ടറിലെ സാധനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാനുള്ള ഫ്യൂവലിന് വേണ്ടിയിട്ടുള്ള പവർ പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിനുള്ള കാര്യങ്ങൾ, എക്യുപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നെറ്റ്വർക്ക് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ലോൺസും ഇവർ കൊടുക്കാറുണ്ട്, ഷോർട്ട് ടേം മീഡിയം ടേം ലോൺസ് ആയിട്ട്. ഓക്കെ, പിന്നെ നിലവിലുള്ള സബ്സ്റ്റേഷൻസിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും അല്ലെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ലോൺസ് അവർ കൊടുക്കാറുണ്ട്. പിന്നെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സബ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ലോൺസ് ടോട്ടലി ഇവർ കൊടുക്കാറുണ്ട്. പിന്നെ ഈ REC എന്ന് പറയുന്നത് നോഡൽ ഏജൻസിയാണ്. പല കാര്യങ്ങൾക്കുള്ള ഗവൺമെൻറ് സ്കീംസിൻ്റെ കീഴിലുള്ള ദീൻദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന അല്ലെങ്കിൽ സൗഭാഗ്യ ഇങ്ങനത്തെ സ്കീംസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളുടെ നോഡൽ ഏജൻസി കൂടെയാണ് നമ്മുടെ REC ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കമ്പനിയെക്കുറിച്ച് കൂടുതൽ ഇതിൻ്റെ ടെക്നിക്കൽ ഫിനാൻഷ്യൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് നല്ല ഡിവിഡൻഡ് ഈൽഡ് കൊടുക്കുന്ന 4.80% ഡിവിഡൻഡ് ഈൽഡ് കൊടുക്കുന്ന കമ്പനിയാണ്. കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ റെഡ്യൂസ് ആയിട്ടുണ്ടെന്നുള്ളത് പോസിറ്റീവ് കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം. കമ്പനിയുടെ സെയിൽസ് നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ 2025 സെയിൽസ് നോക്കുകയാണെങ്കിൽ 15,153 കോടി രൂപ സെയിൽസ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം 14,737 ആണെങ്കിൽ ഇത്തവണ 15,153 കോടിയായി. അപ്പോൾ REC ലിമിറ്റഡ് ഞാൻ തിരഞ്ഞെടുത്തതിന് ഇന്നൊരു എന്താ പറയുക, നമ്മുടെ ഗ്രൂപ്പിലെ പ്രീമിയം ഗ്രൂപ്പിലെ ഒരു സെക്ഷൻ്റെ ഭാഗമായിട്ട് ആളുകൾ ചോദിച്ച ഒരു കമ്പനിയിൽ ഒന്നാണ് കേട്ടോ REC ലിമിറ്റഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കമ്പനിയെക്കുറിച്ചൊന്നും ഇരുന്ന് പഠിച്ചത്. ഓക്കെ, കഴിഞ്ഞ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രാജുവലി നമുക്ക് കൂട്ടിയിട്ടുണ്ട്. ഇതൊരു ഓൾ ടൈം ഹൈയിലാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നിൽക്കുന്നത്. 14,677 കോടിയിലാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നിലവിൽ നിൽക്കുന്നത്. ഓൾ ടൈം ഹൈ ആണ്. കഴിഞ്ഞ പ്രാവശ്യം 14,521 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 14,677 ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതായത് ഓരോ തവണയും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. റിഡക്ഷൻ ഇല്ല, ഓരോ തവണയും കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള പവർ സെക്ടറിലെ ആവശ്യകത നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൻ്റേതായ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത് REC ലിമിറ്റഡ് തന്നെയാണ്. ഓക്കെ, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ 5,549 കോടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം 5,666 കോടിയായിരുന്നു. അതിൽ നിന്ന് നേരിയമായി കുറവുണ്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ, ബട്ട് ഓക്കെയാണ്. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഈ തവണ 4,415 കോടിയാണ്. അതും അത്യാവശ്യം നല്ലൊരു ഫിഗർ ആയിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സെയിൽസ് നോക്കുകയാണെങ്കിൽ മാർച്ച് 2025 56,369 കോടിയുടെ സെയിൽസ് അവർ നടത്തിയിട്ടുണ്ട്.
ടോട്ടൽ ഇയർലി നോക്കുകയാണെങ്കിൽ 54,116 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നിലവിലുണ്ട്. സോ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ 20,117 കോടിയാണ് മാർച്ച് 2025. കഴിഞ്ഞ കൊല്ലം ആയിരുന്നെങ്കിൽ അത് 17,960 കോടിയായിരുന്നു. സോ ടോട്ടലി PFC നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഹാപ്പിയാണ്. ഇതിൻ്റെ ഫണ്ടമെന്റൽസിൽ നെറ്റ് പ്രോഫിറ്റ് നോക്കാം. കഴിഞ്ഞ കൊല്ലം 14,145 കോടിയാണെങ്കിൽ ഇത്തവണ അത് 15,884 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. റിസർവ് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്രാവശ്യം വർദ്ധിച്ചിട്ടുണ്ട്. റിസർവ് 80,848 കോടിയായിട്ട് റിസർവ് വർദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് ബോറോയിങ്സ് ലേശം കൂടുതലാണ്. ഓക്കെ, അത് നിങ്ങൾ കണക്കാക്കേണ്ട. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് നോക്കുമ്പോഴത്തേക്ക് ബോറോയിങ്സ് അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവാണ്. ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ലേശം നെഗറ്റീവാണ്. ഓക്കെ, ഡെപ്റ്റർ ഡേയ്സ് നോക്കുകയാണെങ്കിൽ 2 കൂടിയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അടക്കം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് 52.63% ആണ് നിലവിൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നിലനിൽക്കുന്നത്. കുറേ വർഷമായിട്ട് അതായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആൻഡ് FIAസിൻ്റെയും DIAസിൻ്റെയും പ്രസൻസ് നിലവിലുണ്ട്. FIAസിൻ്റെ പ്രസൻസ് ആണെങ്കിൽ 17.97%, DIAസിൻ്റെ പ്രസൻസ് ആണെങ്കിൽ 15.86% നിലവിലുണ്ടെന്ന് താനും. ഗവൺമെൻറ്റിൻ്റെ പ്രസൻസ് 0.05% ഹോൾഡിംഗ് ഗവൺമെൻറ്റിനുണ്ട്. പബ്ലിക് മോസ്റ്റ്ലി കഴിഞ്ഞ പ്രാവശ്യം കാട്ടി ഷെയർ ഹോൾഡിംഗ് കൂടുതലാണ്. സോ ഞാൻ REC ലിമിറ്റഡ് തിരഞ്ഞെടുക്കാൻ കാര്യം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫിനാൻഷ്യൽസ് കണ്ടിട്ടാണ്. ആൻഡ് നല്ലൊരു ബൈയിങ് ലെവലിലാണ് എന്നെ സംബന്ധിച്ച്. സോ ഞാൻ ബേസിക്കലി നോക്കുന്നത് REC ലിമിറ്റഡിൽ ട്രേഡബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക 25% മൂവ്മെൻ്റ് എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചാണ് ഈ സ്റ്റോക്ക് ഞാൻ തിരഞ്ഞെടുത്തത്. സോ ഇതെൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആൻഡ് ഇതൊരു റെക്കമെൻഡേഷനോ അല്ല, ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. ഇത് എൻ്റെ പേഴ്സണലി ഞാൻ തിരഞ്ഞെടുത്തൊരു സ്റ്റോക്കാണ് ദിവാലി പിക്കായിട്ട് REC ലിമിറ്റഡ് എന്നുള്ള കമ്പനി. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഈ സ്റ്റോക്കിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് ഞാൻ തിരഞ്ഞെടുത്തതെന്ന് പറയുന്നത് PFC ആണ്. ഇപ്പോൾ PFCയെ കുറിച്ച് നമുക്ക് സ്ക്രീനറിലൊന്ന് നോക്കാം, ശേഷം ടെക്നിക്കൽ ചാർട്ടിലേക്ക് വരാം. ഓക്കെ, ഇപ്പോൾ PFC ഞാൻ എടുക്കുകയാണ്. PFCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ്. 1,30,833 കോടിയാണ് അതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് PFCയുടെ. അപ്പോൾ നമ്മൾ PFC എന്താണെന്ന് നോക്കുക, കമ്പനി എന്താണ് ബേസിക്കലി ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ അവർ നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC രജിസ്റ്റേർഡ് കമ്പനിയാണ്. RBIയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഓക്കെ, ഇന്ത്യൻ പവർ സെക്ടറിലുള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് പവർ സെക്ടറിൽ ഫിനാൻസ് ചെയ്യുന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ്. ഇവർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് നോക്കുകയാണെങ്കിൽ കമ്പനി പവർ സെക്ടറിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിലാണ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ലോൺസ് കൊടുക്കുന്നതും. ലോൺസ് ആണ് പ്രധാനപ്പെട്ട ഇവരുടെ വരുമാന മാർഗം. അത് പ്രൊജക്ട് ടേം ലോൺസ് കൊടുക്കാറുണ്ട്, ലീസ് ഫിനാൻസിങ് ഫോർ പർച്ചേസ് എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ലോൺ കൊടുക്കാറുണ്ട്, ഷോർട്ട് ആൻഡ് മീഡിയം ടേം ലോൺസ് കൊടുക്കാറുണ്ട്. എന്തിനാണ്? ടു എക്യുപ്മെന്റ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഡെപ്റ്റ് റീഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് ഇവർ കൊടുക്കുന്ന ലോൺ ബേസ്ഡ് പ്രൊജക്ട്സിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ലോൺ അസറ്റ് കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ കൺവെൻഷണൽ ജനറേഷനിലൂടെ 39%, റിന്യൂവബിൾ എനർജിയിലൂടെ 12%, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലൂടെ 47% ഇവരുടെ ലോൺ അസറ്റ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് PFCയുടെ കണക്ക് നോക്കാം, ഒരു പെർസെൻറ്റേജ് കണക്ക് നോക്കുകയാണെങ്കിൽ 25% റിന്യൂവബിൾ എനർജി ഇന്ത്യയിലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ 25% റിന്യൂവബിൾ എനർജി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് PFC പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ കീഴിൽ കൂടെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനി തിരഞ്ഞെടുത്തത് തന്നെ. പിന്നെ 2021 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മഹാരത്ന സ്റ്റാറ്റസ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് PFC പവർ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. മെജോറിറ്റി ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയാണ്, മെജോറിറ്റി സ്റ്റേക്ക് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കമ്പനിയാണ്. സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ഓർഗനൈസേഷൻ ആണ്. എന്തുകൊണ്ടാണ്? പവർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി വരുന്ന വർഷങ്ങളിലും ആ ഒരു മേഖലയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ നടത്തേണ്ട ഒരു ആവശ്യകത ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ അടുത്ത കുറേ കൊല്ലത്തിലേക്ക് ഇപ്പോൾ ഇങ്ങനത്തെ സ്റ്റോക്സിൽ ഞാൻ ബുള്ളിഷാണ്. ഓക്കെ, അപ്പോൾ ലോൺ അസറ്റ്സ് നോക്കുകയാണെങ്കിൽ 24 കഴിഞ്ഞ ഓഗസ്റ്റ് 22 തൊട്ട് തന്നെ PFC 24,800 കോടിയിലധികം രൂപയുടെ ലോൺസ് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 1,914 കോടി ഡിസ്ബേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൺസോളിഡേറ്റഡ് ലോൺ അസറ്റ് ബുക്ക് എന്ന് പറയുന്നത് 9 ലക്ഷം കോടിയിലാണ് 2024 കണക്ക് പ്രകാരം നിലവിലുള്ളത്. ഓക്കെ, കമ്പനിയുടെ ഫിനാൻഷ്യൽസിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. കമ്പനി നല്ല രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് കൊടുക്കുന്നുണ്ട് കമ്പനിയുടെ റവന്യൂ നമുക്ക് നോക്കുകയാണെങ്കിൽ ജൂൺ 2025 28,539 കോടിയാണ് റവന്യൂ. കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോഴത്തേക്ക് ലൈറ്റ്ലി കുറവാണ്, ബട്ട് ഇറ്റ്സ് ഫൈൻ. പിന്നെ ഫിനാൻസിങ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 11,123 കോടിയാണ്. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 8,981 ആണ് നെറ്റ് പ്രോഫിറ്റ് കണക്കാക്കി വരുമ്പോഴത്തേക്കും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണെങ്കിൽ 11,199 പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അത് കഴിഞ്ഞ വട്ടമായിരുന്നെങ്കിൽ 10,554 ആയിരുന്നു. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ ടോട്ടലി ഉള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുമ്പോഴത്തേക്ക് നെറ്റ് പ്രോഫിറ്റ് വരുന്നത്
30,514 കോടിയായിരുന്നു മാർച്ച് 2025. കഴിഞ്ഞ മാർച്ചിലാണെങ്കിൽ 33,588 സോ ലേശം എന്താ പറയുക കയറ്റം പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ മാർച്ച് 2025 കണക്ക് പ്രകാരമുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 30,514 കോടി നെറ്റ് പ്രോഫിറ്റും നേടിയിട്ടുണ്ട്. അതായത് 26,461 കോടിയിൽ നിന്നാണ് 30,514 കോടിയിലേക്ക് എത്തിയതെന്ന് നമ്മൾ ഓർക്കണം. ഓക്കെ, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം. പറഞ്ഞു 55.99% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. FIA ഹോൾഡിംഗ് എന്ന് പറയുന്നത് 18.84% ആണ്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി കൂടുതലാണ് കേട്ടോ. DIAയുടെ ഹോൾഡിംഗ് ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്, 16.04% ആണ്. അത് കഴിഞ്ഞ പ്രാവശ്യം 16.11% ആയിരുന്നു. പബ്ലിക് ഷെയർ ഹോൾഡിംഗും അത്യാവശ്യം ഉണ്ടെന്നാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ RIC ലിമിറ്റഡിൻ്റെ ഒരു ടോട്ടൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഇപ്പോൾ ടെക്നിക്കൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ PFCയുടെ ടെക്നിക്കൽ ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോവാം. പവർ ഫിനാൻസ് കോർപ്പറേഷൻ ടെക്നിക്കൽ ചാർട്ടിൽ പോവുകയാണെങ്കിൽ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ഒന്നുമല്ല ഇതിൻ്റെ ഒരു പെർഫോമൻസ്. ബട്ട് വീക്ക്ലി ചാർട്ടിലേക്ക് നമുക്ക് പോവാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഏരിയ 390 എന്നുള്ള ഏരിയയിൽ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ സ്റ്റോക്കിന് ഈ ഏരിയ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, ഒരു 450 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. മിനിമം 20% മൂവ്മെൻറ്റെങ്കിലും ഞാൻ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഞാൻ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഞാൻ എൻ്റെ ഒരു ട്രേഡിങ്ങിൻ്റെ ഭാഗമാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ഡിപ്പ് ബൈ ഡിപ്പ് സ്ട്രാറ്റജി ആയിരിക്കും മിക്കവാറും ഉപയോഗിക്കുന്നത്. ഞാനൊരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് വാങ്ങാനാണ് കൂടുതൽ ആഗ്രഹിക്കുക. സോ പവർ ഫിനാൻസ് കോർപ്പറേഷൻ നിങ്ങളും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഡിമാൻഡ് ഏരിയകൾ വരുമ്പോൾ നിങ്ങൾക്കും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും 25-30% ടു ഇത്രയും മിനിമം ഒരു 20-38% മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം എന്താ പറയുക കുറച്ചും കൂടെ ലോങ് ടേം ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഹൈ ഒരു 50% മൂവ്, അതായത് ഈ ഒരു ഹൈയിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ കമ്പനിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ശേഷം എന്താ പറയുക ഒരു നല്ല എൻട്രി സാധ്യത വരികയാണെങ്കിൽ നമുക്കിത് കൺസിഡർ ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക് എതിരഭിപ്രായം കാണും. ഡാറ്റ പാറ്റേൺസ് പറഞ്ഞ കമ്പനിയാണ്. സോ ഇതിൻ്റെ പേഴ്സണൽ ചോയ്സിൽ ഞാൻ എടുക്കുന്നുണ്ട്. കാരണം സ്ട്രക്ചർ വൈസ് എനിക്ക് ഈ സ്റ്റോക്ക് നല്ലൊരു പൊസിഷനിലാണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഡാറ്റ പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ഡാറ്റ പാറ്റേൺസിൻ്റെ ഫണ്ടമെൻ്റൽസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 15,714 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ് കിടക്കുന്നത്. സോ അതിൻ്റെ കമ്പനി ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. നല്ലൊരു ക്വാർട്ടർ തന്നിട്ടുണ്ട്. ആൻഡ് എന്താ പറയുക ഗുഡ് പ്രോഫിറ്റ് ഗ്രോത്തും നല്ല രീതിയിലുണ്ട്. അപ്പോൾ സെയിൽസ് നോക്കുകയാണെങ്കിൽ തന്നെ സെയിൽസ് ജൂൺ 2025 99 crores ആണ്. കാര്യം കഴിഞ്ഞ ക്വാർട്ടറിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു. 396 crores നിന്നാണ് 99 crores മറിച്ച് അതിന് മുന്നത്തെ നോക്കുകയാണെങ്കിൽ ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത്. ബട്ട് ഞാൻ ഒരു ലോങ് ടേമിൽ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കമ്പനിയിൽ ഞാൻ എന്താ പറയുക ബുള്ളിഷാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് മേഖലയിൽ കുറേ അധികം വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. മോസ്റ്റ്ലി പറയുന്നത് 35 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഇവരുടെ പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ LCA തേജസിലും ലൈറ്റ് യൂണിറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററിലും ബ്രഹ്മോസ് മിസൈലിലെല്ലാം ഇവരുടേതായ പ്രൊഡക്ട്സ് നമ്മൾ കമ്പനി സെൽ ചെയ്തിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ്, അതായത് നമ്മുടെ ഡിഫൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്രവർത്തിക്കാൻ പോകുന്ന ഒരു കമ്പനികൾ ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ റഡാർസിൽ അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റർ റഡാർ, ഫയർ കൺട്രോൾ റഡാർ എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ ഭാഗമായിട്ടുള്ള റഡാർ വാർണിംഗ് റിസീവറും ചാനൽ റിസീവർ എല്ലാം ഈ കമ്പനി നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ വരാൻ വീണ്ടും സാധ്യതകളുണ്ട്. നമ്മുടെ ആർമിയും സൈന്യവും എല്ലാം അതിനു വേണ്ടി പ്രിപ്പയർ ആവുന്നുണ്ട്. സോ ഡിഫൻസ് മേഖലകളിലെ സ്റ്റോക്കുകളിൽ ഞാൻ എപ്പോഴും ബുള്ളിഷായിരിക്കും, ഇനിയുള്ള വർഷങ്ങളിലും ബുള്ളിഷായിരിക്കും. ഓക്കെ, പിന്നെ കമ്പനിയുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ചെന്നൈയിലുണ്ട്. ആൻഡ് 20 ഡെഡിക്കേറ്റഡ് മെഷീൻ അസംബ്ലി സ്റ്റേഷൻസ് അവർക്ക് നിലവിലുണ്ട്. ആൻഡ് 70 ഡെഡിക്കേറ്റഡ് വർക്ക് സ്റ്റേഷൻസും ടെസ്റ്റിംഗ് മോഡ്യൂൾസിനും ഒക്കെ ആയിട്ട് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഏകദേശം കമ്പനി ഒരു എന്താ പറയുക ഫണ്ടമെൻ്റലി ഫിറ്റ് ആണ്. ആൻഡ് മാനുഫാക്ചറിങ്ങിന് എപ്പോഴും റെഡി ആയിട്ടുള്ള ഒരു ഏരിയ അവരുടെ കയ്യിലുണ്ട്. ശരിക്കും കോമ്പറ്റീറ്റേഴ്സ് ഉള്ള മേഖലയാണ്. BEL, HAL അങ്ങനെ പല കമ്പനികളും കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുണ്ട്. ബട്ട് ഞാൻ ബുള്ളിഷാണ് ഡാറ്റ പാറ്റേൺസ് സ്ട്രക്ചർ വൈസും പൊതുവേ എല്ലാം കൊണ്ടും ഞാൻ എന്താ പറയുക ഈ കമ്പനിയിൽ തൃപ്തിയാണ്. ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം ക്വാർട്ടറിൽ വന്ന കുറവ് ഞാൻ വലുതായിട്ട് കണക്കാക്കുന്നില്ല. കാര്യം സെപ്റ്റംബർ 2024 91 കോടിയായിരുന്നു. ആ ജൂൺ 2025 99 കോടിയായി. സോ ഗ്രാജുവലി ഒരു കുറവ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്ന അത്ര നോക്കുമ്പോഴത്തേക്കും സെയിൽസ് കുറവാണ്. ബട്ട് എന്താ പറയുക ഒരു മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇവർ കമ്പനി വൈസ് മുൻപോട്ട് പോകും, മീൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ റിസർവ് അവർ കൂട്ടിയിട്ടുണ്ട്, 1497 കോടിയായിട്ടുണ്ട്. ആൻഡ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ മാർച്ച് 2025 295 കോടിയാണ്. അത് വളരെ നല്ലൊരു ഫിഗർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 275 കോടിയാണ്. അതും നല്ലൊരു ഫിഗർ ആയിട്ട് തോന്നുന്നു. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 222 കോടിയാണ് മാർച്ച് 2025. അത് നല്ലൊരു ഫിഗറാണ്. 152 കോടിയിൽ നിന്നാണ് 222 കോടിയായിട്ട് ഇത് വർദ്ധിച്ചത്. ഓക്കെ,
പിന്നെ ഡെപ്റ്റർ ഡേയ്സ് 307 ആണ്, ഇത്തിരി കൂടിയിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 42.41%. അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് 42% എന്ന് പറയുന്നത്. FIA ഹോൾഡിംഗ് 11.40%, DIA ഹോൾഡിംഗ് 9.79% ഉണ്ട്. ഓക്കെ, സോ കമ്പനിയുടെ ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. ഡാറ്റ പാറ്റേൺസ്. അപ്പോൾ ഡാറ്റ പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ കമ്പനി അത്യാവശ്യം സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളി സ്ട്രക്ചർ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ ഒരു ചെറിയ ട്രെൻഡ് ലൈൻ ഫോർമേഷൻ നമുക്ക് താഴ്ന്നുണ്ട് എന്തായാലും. അപ്പോൾ ഞാൻ നോക്കുന്നത് എന്തായാലും ഒരു 30% മൂവ്മെൻറ്റ് മിനിമം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, 30% മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. അത് അത്യാവശ്യം കൂടുതലാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 30% മൂവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ട് 30% മൂവ് മിനിമം നമുക്ക് ഫോക്കസ് ചെയ്യുന്ന കൊണ്ട് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഈ ഒരു ഹൈ അവർ എന്തായാലും റീറ്റെയിൻ ചെയ്യാൻ നോക്കും. ഡാറ്റ പാറ്റേൺസ് 2828 ഇതിൽ നിലവിലെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമുക്ക് നോക്കാം വരുന്ന ആഴ്ചകളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ ഡാറ്റ പാറ്റേൺസ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന്. അപ്പോൾ 2 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഈ ട്രെൻഡ് ലൈൻ ഇവിടെ നിലവിലുണ്ട്. ഈ ഒരു ഏരിയ നല്ല സപ്പോർട്ട് റേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2356 ഈ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഈ ഒരു സോൺ വർക്ക് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം മുൻപേ ഉണ്ടായിരുന്ന റേഞ്ച് ബ്രേക്ക് ചെയ്ത ശേഷം ഈ സോണിൽ സ്റ്റോക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷനും ഞാൻ ഡാറ്റ പാറ്റേൺസിൽ കാണുന്നുണ്ട്. സോ പ്രൈസ് ആക്ഷൻ ബേസ് ഡാറ്റ പാറ്റേൺസ് റെഡി സ്റ്റോക്കാണ്. ഓക്കെ, പിന്നെ ഞാൻ ബേസിക്കലി ഞാൻ പഠിക്കുന്ന ഒരു സ്റ്റോക്ക് കമ്മത്ത് ഹോട്ടൽസ് ആണ്. അടുത്ത സ്റ്റോക്ക് കമ്മത്ത് ഹോട്ടൽസ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു 10-15 കൊല്ലമായിട്ട് ഒരു റേഞ്ചിൽ നിന്ന് കളിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഒരു വലിയ ബ്രേക്കൗട്ടിൻ്റെ അരികെയാണ് കമ്മത്ത് ഹോട്ടൽസ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇത്രയും വർഷം കഴിഞ്ഞ 2025 തൊട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് കമ്മത്ത് ഹോട്ടൽസിന് കഴിഞ്ഞിട്ടില്ല. സോ കമ്മത്ത് ഹോട്ടൽസ് ഹോട്ടൽ ബേസ് സ്റ്റോക്കുകളിൽ ബെറ്റർ വാല്യുവേഷൻ ഉള്ള സ്റ്റോക്കായിട്ട് ഞാൻ കരുതുന്നു. കമ്മത്ത് ഹോട്ടൽസ് നമുക്കൊന്ന് എടുക്കാം. കമ്മത്ത് ഹോട്ടൽസിൻ്റെ വാല്യുവേഷൻ ബേസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് P 18.1 ആണ്. ആൻഡ് കറന്റ് മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 893 crores, കറന്റ് മാർക്കറ്റ് പ്രൈസ് 303 ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലാണ് ഉള്ളത്. ഹോട്ടൽ കൺസൾട്ടൻസി ഒക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ 82.65 crores ആണ് സെയിൽസ് ജൂൺ 2025. എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ 64.56 കോടിയാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 18 കോടിയാണ്. സോ നിങ്ങൾ അതിൽ നോക്കുമ്പോൾ അതിൽ ചെറിയ ഫിഗർ വ്യത്യാസം വരും. ബട്ട് ഞാൻ കമ്പനിയുടെ ടോട്ടൽ ഹോട്ടൽ സ്റ്റോക്കുകളിലെ വാല്യുവേഷനും കാര്യങ്ങളും കണക്കാക്കുമ്പോഴത്തേക്കും ഒരു ബെറ്റർ പ്ലേസ്ഡ് ആയ സ്റ്റോക്കാണ് കമ്മത്ത് ഹോട്ടലിൽ നിന്ന് തോന്നുന്നു. കാര്യം ഒരുപാട് ഗ്രോത്തിനുള്ള സ്പേസ് ഉള്ള മേഖലയാണ് ഹോട്ടൽ സ്പേസ് എന്ന് പറയുന്നത്. സോ അവിടെ വാല്യുവേഷൻ ബേസ് കുറച്ചുകൂടെ ചീപ്പായ കമ്പനി ആയിരിക്കും കമ്മത്ത് ഹോട്ടലായിട്ടാണ് തോന്നുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും എതിരഭിപ്രായം കാണാം, അത് ഓപ്പണായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നത് കമ്മത്ത് ഹോട്ടലാണ്. അപ്പോൾ കമ്മത്ത് ഹോട്ടലിൽ എന്തായാലും ഞാൻ മിനിമം 40% മൂവ് എന്തായാലും ഞാൻ ഭാവിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് വരുന്ന മാസങ്ങളിൽ. സോ കമ്മത്ത് ഹോട്ടൽ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ദീപാവലിയിൽ ഈ 3-4 സ്റ്റോക്സാണ് ഞാൻ ആദ്യം തന്നെ ഒരു ഫേവറേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ബാക്കി സ്റ്റോക്സ് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ കണക്കാക്കിയത്. സോ അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും മുന്നേ ഡിസ്ക്ലൈമർ ഞാൻ ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുകയാണ്. ഇത്രയും സ്റ്റോക്സ് ഞാൻ തിരഞ്ഞെടുത്തത് എൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് എടുക്കരുതെന്ന് വീണ്ടും പറയുന്നത് കാര്യം നിയമപ്രകാരം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസുകൾ കൊടുക്കാനും പാടില്ല അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസുകളൊന്നും കൊടുക്കാറുമില്ല. മറിച്ച് നമ്മൾ കൂടുതൽ സ്റ്റഡീസ്, അതായത് ഓരോ ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ കമ്പനികളെക്കുറിച്ച് പഠിക്കാനും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനുമാണ് നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കമ്പനികൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കമ്പനികൾ തിരഞ്ഞെടുക്കാം, അത് പൊതുജനങ്ങളുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എല്ലാം ചർച്ച ചെയ്ത് നമുക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാമല്ലോ. സോ ഈ നമ്മുടെ ചാനൽ ഉദ്ദേശം തന്നെ സാധാരണക്കാരായ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലെ കമ്പനികളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. സോ അത് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഇങ്ങനെ സെലക്ഷനോ അങ്ങനത്തെ ഒരു കാര്യമല്ല, മറിച്ച് ഓരോ കമ്പനികളെ കുറിച്ചും കൂടുതൽ പഠിച്ച് നമ്മുടെ ചാനലിൽ എന്താ പറയുക ഓരോ പൊതുജനങ്ങളായ നമ്മളെ ഓരോരുത്തരും സ്റ്റോക്ക് മാർക്കറ്റിലെ കമ്പനികളെ കുറിച്ച് കൂടുതൽ അറിവ് നേടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ ദീപാവലി പിക്സായിട്ട് ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നമുക്ക് എല്ലാത്തിനുമുള്ള റിപ്ലൈ ഞാൻ പതുക്കെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും എല്ലാവർക്കും നല്ലൊരു സേഫ് ആൻഡ് സൗണ്ട് ദീപാവലി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.